വിജയ്, ഈ ധർമ്മസ്ഥല അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഇപ്പോഴും അടങ്ങിയിട്ടില്ല. അതൊരു വ്യാജ ആരോപണമാണ്. ആ കേസ് തന്നെ ഇനിയിപ്പോൾ അപ്രസക്തമാകുന്ന സ്ഥിതിയിലാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. അത്തരത്തിൽ ഒരു സ്ഥാപനത്തെ വലിയ രീതിയിൽ കളങ്കപ്പെടുത്തുന്ന തരത്തിലുള്ള ആരോപണമാണ് വന്നത്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ കോൺഗ്രസിൻ്റെ ഒരു MP ഇതിൽ ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളൊരു ആക്ഷേപം വരുന്നു. എന്താണ് സംഗതി? ഈ കോൺഗ്രസിൻ്റെ മൗനം ഇതിനകത്ത് ചേട്ടൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. കോൺഗ്രസ് എന്നല്ല, അവിടുത്തെ BJP പോലും ഇതിൽ മൗനമാണ്. അവരും പ്രതികരിച്ച് അവിടുത്തെ BJP എന്താണ് ചെയ്യുന്നതെന്നുള്ള ചോദ്യം ഇവിടെ ഉണ്ട്. എന്തായാലും ഭരിക്കുന്നത് അവിടെ കോൺഗ്രസ് ആണ്. കർണാടകയിൽ കോൺഗ്രസിൻ്റെ മൗനം വളരെ പ്രസക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കോൺഗ്രസ് MP പേരും ഇതിനകത്ത് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. അതായത് ഈ വിസിൽ ബ്ലോവർ എന്ന് പറയുന്ന ഒരാൾ ഇതുണ്ടല്ലോ, അതായത് ഈ ഉന്നയിക്കുന്ന ആൾ ഇവിടെ ഈ പറയുന്ന പോലെ കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ട്. 400ഓളം സ്ത്രീകളുടെ ശരീരങ്ങൾ, 400-ലധികം അല്ലെ, 450 എത്രയാണ്, അത്ര 50 ശിഷ്ടമാണ്, പെൺകുട്ടികളുടെ അവിടെ കുഴിച്ചു മൂടിയിട്ടുണ്ട്. ഇവരെല്ലാം തന്നെ ക്രൂരമായ ബലാത്സംഗത്തിന് ഇരകളാണ്. ഇത്തരത്തിലുള്ള വാദങ്ങളായിരുന്നു. ഇത് നടന്നത് 1998 മുതൽ 2014 വരെയുള്ള കാലഘട്ടങ്ങളിലായിരുന്നു പറയുന്നത്. പിന്നെ ഇതിനെ ചുറ്റിപ്പറ്റി മറ്റു ചില കൊലപാതകങ്ങൾ, അതായത് ഈ കാലഘട്ടത്തിന് പുറമെ 1987 നടന്ന കേരളത്തിൽ നിന്നുള്ളൊരു സ്ത്രീ കാണാതായി പോയിട്ടുണ്ടെന്ന് പറയുന്നു, പാലക്കാട് നിന്ന്. അങ്ങനെ പല ഇതിൽ വരുന്നു. അതായത് അവിടെ മുഴുവനായി ആ ധർമ്മസ്ഥല എന്ന് പറയുന്ന സ്ഥലം മുഴുവനായി സ്ത്രീകൾ, ഹിന്ദു സ്ത്രീകൾ, ഈ പറയുന്നതെല്ലാം തന്നെ ഹിന്ദു സ്ത്രീകളായിരുന്നു. ഹിന്ദു സ്ത്രീകൾ ക്രൂരമായി വേട്ടയാടപ്പെട്ട, അതിനുശേഷം കൊല്ലപ്പെട്ട ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോയ ഒരു സ്ഥലം. അത് അധർമ്മസ്ഥലയായി അതിനെ മാറ്റുന്ന കാഴ്ചയാണ് നമ്മൾ പിന്നീട് കണ്ടത്. അപ്പോൾ ഇതെന്തായാലും ഇതൊക്കെ വെറും കുപ്രചരണമായിരുന്നു. ഈ കള്ളങ്ങൾ പറയുമ്പോൾ അത് വിശ്വസിക്കാവുന്ന തരത്തിൽ പറയണമെന്ന് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച കൂട്ടമായി പ്രവർത്തിച്ച ശക്തികളോട്, അല്ലെങ്കിൽ രാജ്യവിരുദ്ധ അല്ലെങ്കിൽ ഹൈന്ദവ വിരുദ്ധ ശക്തികളോട് അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം ഈ വിഷയത്തിൽ ഇപ്പോൾ എഴുത്തുകാരനും മുതിർന്ന മാധ്യമ പ്രവർത്തകനുമായിട്ടുള്ള ശ്രീ KVS ഹരിദാസ് കഴിഞ്ഞ ദിവസം ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുറിപ്പിൻ്റെ പൂർണ്ണ രൂപത്തിലേക്ക് നമുക്ക് പോവാം. മഞ്ജുനാഥൻ്റെ ധർമ്മസ്ഥലയെ തകർക്കാൻ, അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആ കുറിപ്പ് ആരംഭിക്കുന്നത്. തുടർന്ന് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ധർമ്മസ്ഥല കേന്ദ്രീകരിച്ച് അവിടുത്തെ പ്രസിദ്ധമായ മഞ്ജുനാഥ ക്ഷേത്രത്തിനും ക്ഷേത്ര ട്രസ്റ്റിനുമെതിരെ നടന്ന വലിയ ഗൂഢാലോചന പദ്ധതി ഇപ്പോൾ തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നു. സത്യം ജയിച്ചു. കള്ളന്മാരും വ്യാജവാർത്തയുടെ സൃഷ്ടാക്കളും പക്ഷേ ഇപ്പോഴും സംരക്ഷിക്കപ്പെടുന്നു. കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാർ ഈ വൻ തട്ടിപ്പ് സംഘത്തിനെതിരെ ചെറുവിരൽ അനക്കാൻ പോലും തയ്യാറായിട്ടില്ല. ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് നേരെയുള്ള കടന്നാക്രമണമാണ് നടന്നതെന്ന് വസ്തുത തുറന്നു പറയാൻ പോലും സംസ്ഥാന സർക്കാർ തയ്യാറാവാത്തത് സംശയം ജനിപ്പിച്ചിട്ടുണ്ട്. ചില ഹിന്ദു വിരുദ്ധ സംഘങ്ങളാണ് ഈ കലാപ പദ്ധതിക്ക് പിന്നിലെന്നും മറന്നുകൂടാ. അവർക്കൊപ്പമാണല്ലോ കോൺഗ്രസ്. അതായത് നമുക്കറിയാം, ഈ ഇത് ഉയർത്തിക്കൊണ്ടുവന്നത് അവിടുത്തെ ചില ഈ പറയുന്ന കമ്മിറ്റികളാണ്. അതായത് നമ്മൾ ഈ സന്നദ്ധ സംഘടനകളാണ്. അതിൽ ഈ SDPI മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർക്ക് എന്തുകൊണ്ടാണ് ഇതിൽ ഇത്ര? SDPI എന്ന് പറയുന്നത് ഒരു മാനുഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരു NGO ഒന്നുമല്ലല്ലോ. ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അതിന് കൃത്യമായ നിലപാടുണ്ട്. അപ്പോൾ SDPI ഇതിൽ വന്നപ്പോൾ തന്നെ സംശയത്തിൻ്റെ നിഴലിലായി ഈ പറയുന്ന വിസിൽ ബ്ലോവറിൻ്റെ ആരോപണങ്ങൾ. പിന്നീട് അവിടെ നടന്നത് എന്താണെന്ന് നമ്മൾ പിന്നീട് കണ്ടതാണ്. ഇദ്ദേഹം പറയുന്നു 450 ശരീരങ്ങളുണ്ട്. അവിടെ 450 ശരീരങ്ങൾ എന്തായാലും ഒരാഴ്ചയ്ക്കുള്ളിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണം ടീം വരാനായിട്ട് ഒരാഴ്ച താമസമുണ്ടായി. ഈ ഒരാഴ്ച കൊണ്ട് ഈ 1998 മുതൽ 2014 വരെയുള്ള 450 സ്ത്രീകളുടെ ശരീരം അവിടെ നിന്ന് കുഴി തോണ്ടി എടുത്ത് മാറ്റിക്കളയാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അവിടെ നിന്ന് ആ ഒരു സാധ്യത, അങ്ങനെ ഒരു സാധ്യത നിലനിൽക്കുന്നില്ല. അപ്പോൾ പിന്നെ അവിടെ അന്വേഷിച്ചപ്പോൾ 450 സ്കള്ള്, തലയോട്ടികൾ കിട്ടേണ്ടതാണ്. അങ്ങനെ 450 തലയോട്ടികൾ അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. ഒരൊറ്റ ശരീരമാണ് അവിടെ നിന്ന് കിട്ടിയിരിക്കുന്നത്. ഒരു അസ്ഥികൂടമാണ്. ഈ പറയുന്ന പല കുഴികളിൽ നിന്നും കിട്ടിയിരിക്കുന്നത്. ഈ 11A, 11B, പിന്നെ ഈ 11A-B എന്ന് പറയുന്നത് തന്നെ ഒരു ശരീരം 2 സ്ഥലത്ത് കിടക്കുന്നത് കൊണ്ടാണ് അങ്ങനെ 11A-B എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 2-3 സ്ഥലങ്ങളിലായിട്ട് ഒരു ശരീരമാണ് കിട്ടിയിരിക്കുന്നത്. അതും ഒരു ശരീരം എന്ന് പറയുമ്പോൾ മുഴുവൻ അസ്ഥികൂടമല്ല, ഒരു കൈയിൻ്റെയോ കാലിൻ്റെയോ കഷ്ണം. അപ്പോൾ അവിടെ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇതിനെ പെരുപ്പിച്ച് കാട്ടിയത് എന്തിനു വേണ്ടി എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ ശബരിമല എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കൊലപാതകം നടന്നിട്ടുണ്ടായിരിക്കും, തീർച്ചയായിട്ടും നടന്നിട്ടുണ്ടായിരിക്കാം. പക്ഷേ അവിടെ ഇത്തരത്തിൽ വ്യാപകമായി കൊലപാതകം നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ശബരിമല എന്ന പേരിനെ തന്നെ കളങ്കപ്പെടും. അങ്ങനെ ഒരു ഗൂഢാലോചനയാണ് ഇവിടെ നടന്നിരിക്കുന്നതെന്നാണ് ഈ പോസ്റ്റിൽ തുടർന്ന് പറയുന്നത്. ധർമ്മസ്ഥലയെക്കുറിച്ച് ഏറെ വിശദീകരിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നില്ല, പ്രത്യേകിച്ച് മലയാളികളോട്. മഞ്ജുനാഥൻ്റെ ആസ്ഥാനം, ഒരു മഹാക്ഷേത്രം, കർണാടകത്തിലെ ബെൽത്തങ്കാടി താലൂക്കിൽ നേത്രാവതി നദിക്കരിയിലാണ്.
ഈ പുണ്യസ്ഥലം. 10,000-ങ്ങൾ ദിവസേന ദർശനത്തിനെത്തുന്നു. അവിടെ എത്തുന്നവർക്കൊക്കെ അന്നദാനം, ഏവർക്കും ഒരേ പന്തിയിൽ. വൈക്കത്ത് അത്താഴം കഴിക്കാത്തവരുണ്ടോ എന്ന് ഗോപുരമുടക്കും മുമ്പ് ചോദിക്കാറുണ്ടല്ലോ. ഇവിടെ ഏതൊരാൾക്കും വയറ് നിറയെ ഭക്ഷണം. അത് നൽകുന്നത് ഭഗവാൻ മഞ്ജുനാഥനാണ്. എന്നാൽ അതിന് പിന്നിലെ ശക്തി കേന്ദ്രം ധർമാധികാരി വീരേന്ദ്ര ഹെഗ്ഡെയാണ്. അദ്ദേഹമാണ് ഈ ക്ഷേത്രത്തിൻ്റെ സർവാധികാരി. ഒന്നുകൂടി പറയേണ്ടതുണ്ട്, ധർമ്മസ്ഥലയിൽ അനവധി സ്ഥാപനങ്ങളുണ്ട്. എല്ലാം ഒരേ ട്രസ്റ്റിൻ്റെ ഭൂമിയിൽ. LKG മുതൽ മെഡിക്കൽ കോളേജ് വരെ എന്ന് പറഞ്ഞാൽ പോരാ. എഞ്ചിനീയറിംഗ് കോളേജ്, ആശുപത്രികൾ ഒക്കെയും, പോസ്റ്റ് ഓഫീസ്, ബസ് സ്റ്റാൻഡ് ഒക്കെ മഞ്ജുനാഥൻ്റെ ഭൂമിയിലാണ്. ആർക്കും സഹായം തേടാം, ഒരാളോടും നോ പറയില്ല. ഇങ്ങനെ ഒരു സ്ഥാപനമോ വ്യക്തിയോ ഉണ്ടാകുമോ? ഉണ്ട്. അതാണ് നാം മഞ്ജുനാഥ ഭഗവന്റെ നാട്ടിൽ കാണുക. അതാണ് വീരേന്ദ്ര ഹെഗ്ഡെ. ഇവിടെയാണ് ഗൂഢപദ്ധതി ഉടലെടുക്കുന്നത്. ഇതിന് പിന്നിൽ തീവ്രവാദ സംഘടനകളുണ്ട് എന്ന് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. BJPയും ദേശീയ പ്രസ്ഥാനങ്ങളും അന്നേ പറഞ്ഞതാണിത്. ജനകോടികളെ സേവിക്കുന്ന സേവനം ജീവിതചര്യയാക്കിയ ധർമാധികാരിയെ കൊലപാതകിയാക്കാനുള്ള ഗൂഢശ്രമം. എന്ത് ക്രൂരതയാണിത്! ഒരുത്തൻ ഒരു നാൾ എവിടുന്നോ പ്രത്യക്ഷപ്പെട്ട് കൂട്ടക്കൊലപാതകങ്ങൾ ആരോപിക്കുന്നു. അവിടുത്തെ മുൻ ജീവനക്കാരനാണത്രേ അയാൾ. അത് കേട്ട് മാധ്യമങ്ങൾ ആഘോഷവും തുടങ്ങി. മലയാള മാധ്യമങ്ങൾ എത്ര മണിക്കൂറുകൾ ഈ വ്യാജ കഥ ചർച്ച ചെയ്തു എന്ന് എണ്ണിയാൽ തിട്ടപ്പെടുത്താൻ കഴിയില്ല. പ്രത്യേക റിപ്പോർട്ടർമാരെ അവരുടെ കള്ളക്കഥകൾ ഒരു സങ്കോചവുമില്ലാതെ ആ മഹാനായ വീരേന്ദ്ര ഹെഗ്ഡെ ഏകപക്ഷീയമായി വിചാരണ ചെയ്തു. ആ ക്ഷേത്രത്തിൻ്റെ നിലപാട് ആരും പറയാനും ഉണ്ടായിരുന്നില്ല, ആർക്കും കേൾക്കുകയും വേണ്ടായിരുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ ന്യൂസ് ചാനൽ ന്യൂസ് 18, 24 ന്യൂസ്, മനോരമ ഇത്തരം ചാനലുകളാണ് ഇത് റിപ്പോർട്ടിനാണ് ഇറങ്ങി. അപ്പോൾ ഇതിൽ ആദ്യം ന്യൂസ് 18 മാത്രമാണ് മലയാളത്തിൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവരവിടെ നിന്ന് പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, നമ്മളുടെ റിപ്പോർട്ടർമാർ പോലും സേഫ് അല്ല, എന്തും സംഭവിക്കാം, നമ്മളെ റിപ്പോർട്ടർമാർ അവിടെ കൊല്ലപ്പെടാം. ഇത്തരത്തിലൊരു ഭീതിജനകമായിട്ടുള്ളൊരു സാഹചര്യം അവിടെ സൃഷ്ടിക്കുന്നത് നമ്മൾ കണ്ടതാണ്. പിന്നീട് മനാഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇതിലേക്ക് വന്നത് കണ്ടിട്ടുണ്ടായിരിക്കും. ഈ മനാഫ് എന്ന് പറയുന്നതും കർണാടകയിൽ, മനാഫ് ഇതിന് മുൻപ് ഇത്ര പോപ്പുലർ ആവുന്നത് കർണാടകയിൽ തന്നെ നടന്ന മറ്റൊരു സംഭവത്തിലാണ്. അർജുൻ്റെ അറിയാമായിരിക്കുമല്ലോ, മണ്ണിടിച്ചിലിൽ തിരച്ചിലും കാര്യങ്ങളുമൊക്കെ ആയിട്ട് ഷിരൂരിൽ. അതെ, അവിടെ. അപ്പോൾ ആ ഒരു സമയത്ത് ഇതിനെ മുതലാക്കി യൂട്യൂബ് ചാനൽ തുടങ്ങിയ ആളാണ് അദ്ദേഹം അവിടെ ചെന്നിട്ട് വളരെ വലിയ ഡയലോഗുകളൊക്കെ അടിക്കുന്നത് കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഈ പറഞ്ഞ ആക്ഷൻ കമ്മിറ്റിയുടെ ഒരു ഭാഗമായിരുന്നു. അതായത് മണ്ണിനടിയിൽ കുഴിച്ചെടുക്കാൻ മണ്ണിനടിയിൽ കുഴിച്ചെടുക്കാനുള്ളത് തനിക്ക് പ്രത്യേക ഒരു സിദ്ധി ഉണ്ടെന്നും അത് കർണാടകയിൽ താൻ ഒരു വട്ടം തെളിയിച്ചിട്ടുള്ളതാണ്, വേണ്ടി വന്നാൽ വീണ്ടും തെളിയിക്കും എന്നൊക്കെ പറഞ്ഞു വലിയ ഡയലോഗായിരുന്നു. ഈ പറയുന്ന 450 ബോഡിയുടെ അടിയിൽ ഇദ്ദേഹം കൊണ്ടുപോയി കുഴിച്ചിട്ടതുപോലെയാണ് പറയുന്നത്. എന്തായാലും ഇതൊക്കെ ഉടനെ തന്നെ ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിലേക്ക് ഒരു നടപടി ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം എന്താ പറയുക, ഇന്നിപ്പോൾ അന്ന് മാധ്യമങ്ങൾ തലയിൽ ഏറ്റിവൻ തന്നെ പറയുന്നുണ്ട്, അതായത് ഈ വിസിൽ ബ്ലോവർ തന്നെ പറയുന്നുണ്ട്, എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ് എന്ന്. കൂട്ടക്കോളം നടത്തി എന്നായിരുന്നല്ലോ ആക്ഷേപം. എന്നിട്ട് മൃതദേഹങ്ങൾ കുഴിച്ചു മൂടിയെന്നും. എത്രയോ അന്വേഷണങ്ങൾ, എത്രയോ സ്ഥലത്ത് പരിശോധന, അവസാനം എല്ലാം നുണ. ഇത് മനസ്സിലാക്കിയ മാധ്യമങ്ങൾ തങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞോ? ഇല്ല. മാപ്പ് പറഞ്ഞോ? ഇല്ല. ചാനൽ ആങ്കർമാർ അടക്കം യഥാർത്ഥത്തിൽ പൊതുസമൂഹത്തോട്, പിന്നെ ധർമാധികാരി വീരേന്ദ്ര ഹെഗ്ഡെയോടും പരസ്യമായി മാപ്പ് പറയേണ്ടതാണ്. ഒരു ഹിന്ദു സ്ഥാപനമായതുകൊണ്ടല്ലേ ഇതൊക്കെ നടന്നത്. ഇതാണ് ഇന്ന് ഏവരെയും ആശങ്കാകുലരാക്കുന്നത്.